ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ടോക്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിവേദാണ്. നിവേദ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഹായ്, ഹലോ. നിവേദ് എവിടെയാണ് വീട് നിവേദിന്റെ? എന്റെ വീട് കാലിക്കറ്റാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ ഉണ്ടായിരുന്നു. അവൻ ഇപ്പോ ബാംഗ്ലൂരാണ് വർക്ക്. അവോധയിൽ ഏത് കോഴ്സാണ് നിവേദ് ചെയ്തത്? ഞാൻ UI UX ഡിസൈനിങ് കോഴ്സാണ്. ഇതിനു മുന്നേ എന്ത് കോഴ്സാണ് ചെയ്തിരുന്നത്? ഞാൻ BCom ആണ് പഠിച്ചത്. ഞാൻ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് വന്ന ഒരാളാണ്. ഓക്കെ, അക്കൗണ്ടന്റ് ആയിരുന്നു. പിന്നെ ഓക്കെ. എനിക്ക് ക്രിയേറ്റീവ് സൈഡിലേക്ക് പോകാനായിരുന്നു കൂടുതൽ താല്പര്യം. അവോധ ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ റെക്കോർഡ് ക്ലാസ് ഒക്കെ? ഷുവർ, വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ്. അതെന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയം എപ്പോ വേണമെങ്കിലും വി ക്യാൻ റെഫർ ആൻഡ് സ്റ്റഡി. സോ അത് ഭയങ്കര ഒരു പോയിന്റ് ആണ്, പ്ലസ് പോയിന്റ് ആണ്. നമ്മളിപ്പോ ഒരു ക്ലാസ് ഇപ്പോ ഒരു ഹാഫ് ഫെയിൽ സ്റ്റോപ്പ് ആയാലും നമുക്ക് പിന്നെ അത് ഫിനിഷ് ചെയ്യാം. സോ എത്ര മാസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കോഴ്സ്? ഞാൻ ആക്ച്വലി ഒരു 3-4 മന്ത്സിന്റെ ഉള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സ്. അവോധയിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് ആദ്യം അറിഞ്ഞത്? അത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ലോക്ക്ഡൌണിന്റെ ഒക്കെ ഒരു സമയത്ത് ആണ് ആക്ച്വലി ഇൻസ്റ്റാ പേജസിലും അങ്ങനെ അങ്ങനെ കാണുന്നത്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതാണ് പ്രൊവൈഡ് ചെയ്ത ഞാൻ ഔലറ്റോ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇ-കൊമേഴ്സ് കമ്പനി ഇവിടെ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ അവിടെ ഇപ്പോൾ UI UX ഡിസൈനർ ആയിട്ട് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വർക്കേഴ്സ് സപ്പോർട്ടീവ് ആണോ അവിടെ ഉള്ളവര്? വളരെയധികം സപ്പോർട്ടീവ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അവോധ ഡൗട്ട് ക്ലിയർ സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ഡൗട്ട് ക്ലിയർ സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സപ്പോർട്ടീവ് ആണ്. അവരും നമുക്കിപ്പോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് എത്ര ടൈം വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അവർ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ഗ്യാപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 3rd സെഷനിൽ ആണ് എനിക്ക് ഈ ഇന്റേൺഷിപ്പിലേക്ക് പ്രൊസീഡ് ആയത്. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ? പ്ലേസ്മെന്റ് സെഷൻ ഒക്കെ എങ്ങനെ? ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ? വളരെയധികം നമ്മളെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവോധയിൽ 2800 രൂപയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് ആദ്യം കേട്ടപ്പോ എന്താണ് തോന്നിയത്? സ്റ്റിൽ ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റുന്നേക്കാളും കൂടുതൽ എമൗണ്ട് ആണ്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് സർപ്രൈസ് അത് നമ്മളിങ്ങനെ നോക്കും, ഇതെന്താ ഇത്ര കുറവ് ഫീസ്. ബട്ട് സ്റ്റിൽ ആ ഒരു എമൗണ്ടിൽ ഇത്രയും നല്ല ക്ലാസ് ഇത്ര സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഐ തിങ്ക് പീപ്പിൾ ഷുഡ് മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഫ്രണ്ട്സിനോട് സജസ്റ്റ് ചെയ്തിരുന്നു അവോധനെ കുറിച്ചിട്ട്? ഞാൻ കുറെ പേരോട് സജസ്റ്റ് ചെയ്തു. അവോധനെ ഇത്ര 3 മാസം കൊണ്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഇന്റേൺഷിപ്പ് കിട്ടി, എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയി. ഇപ്പൊ എന്താണ് അവോധനെ കുറിച്ച് പറയാനുള്ളത്? അവോധ എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. നമുക്കിപ്പോ ഒരു ജോബിന്റെ ഒരു ക്രൈസിസ് ഒക്കെ നിൽക്കുന്ന ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉള്ളത് തന്നെ നമുക്ക് യൂത്ത് അല്ലെങ്കിൽ ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോ ഓഫ്ലൈൻ കോഴ്സസ് ഉണ്ട് തോന്നുന്നുണ്ട്. കോഴ്സസ് ഉണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട് ഓഫ്ലൈൻ ആയിട്ടുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ അതൊക്കെ എന്താ പറയാ, ആൾക്കാർ അതൊക്കെ നല്ല രീതിക്ക് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാ കോഴ്സസും അതിൽ അവൈലബിൾ ആണ്. പീപ്പിൾ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഓൾ ദിസ്. എനിക്ക് പറയാം, നല്ലൊരു കരിയർ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, നിവേദ, ഓൾ ദി ബെസ്റ്റ് യുവർ കരിയർ. അപ്പോ ഇത്ര നേരം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്തതിന് നിവേദ താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ് വിത്ത് അവോധ.